ഹലോ മക്കളെ, 2024 ഫിസിക്സ് സെക്കൻഡ് ടൈം എക്സാമിനേഷൻ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരുന്നു. ഈ നിമിഷം എല്ലാവരുടെ മനസ്സിലെ ചോദ്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും ഇതുപോലെ തന്നെ ആയിരിക്കുമോ, മാത്തമാറ്റിക്സും ഡിഫിക്കൽട്ട് ആയിരിക്കുമോ എന്ന് 100% പറയാൻ വേണ്ടി സാധിക്കും. മാത്തമാറ്റിക്സും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, വ്യക്തമായ കാരണങ്ങളും ഇതിനു വേണ്ടിയുണ്ട്. 2024 ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ +1 പഠിക്കുമ്പോൾ എഴുതിയ പരീക്ഷ ഒരുപാട് പേർക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു വലിയ പാറ്റേൺ ചേഞ്ചാണ് നമുക്ക് മാത്സിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിക്കകത്ത് മാത്തമാറ്റിക്സിന്റെ നിലവാരം കുറവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്തമാറ്റിക്സിന്റെ നിലവാരം ഉയർത്തണം എന്ന് കരുതിയാണ് കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് തന്നെ പാറ്റേൺ എല്ലാം തന്നെ മാറ്റി മാത്തമാറ്റിക്സിന്റെ നിലവാരം ഉയർത്തിയത്. ഇപ്പോൾ ഇതാ ഫിസിക്സിലേക്കും കയറി വന്നിരിക്കുകയാണ്. ഫിസിക്സ് എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. NCERT-ലെ ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ സെക്കൻഡ് ടൈം എക്സാമിൽ ഫിസിക്സിൽ ചോദിച്ചത്. അത് മാത്രമാണ് ഫിസിക്സ് എക്സാമിനേഷൻ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സും ഇതുപോലെ തന്നെയായിരിക്കും. ഒരുപാട് NCERT ഓറിയന്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കും ചോദിക്കാം. സോ ഇത് ഒരു കാരണം. ഇത് മാത്രമല്ല കാരണം എന്ന് പറയുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, അതായത് സെക്കൻഡ് ടേമിന് ഉള്ള ചാപ്റ്റേഴ്സ്, ഇന്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ 3D, +2 മാത്സിന്റെ കോർ നിങ്ങൾ പഠിക്കുന്നത് സെക്കൻഡ് ടേമിലാണ്. ഫസ്റ്റ് ടേമിൽ നമുക്ക് വളരെ കുറച്ച് മാത്രം പഠിക്കാനുണ്ടായിരുന്നു മാത്തമാറ്റിക്സിനകത്ത്. പക്ഷേ കാൽക്കുലസ് എന്ന് പറയുന്ന വലിയ ഭാഗം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ടേമിലാണ്. ആയതിനാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയായ കാര്യമാണ്. എത്ര പഠിച്ചാലും തീരാത്ത സാഗരം പോലെ തന്നെയാണ് മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് എന്ന് പറഞ്ഞ ഭാഗം. കണ്ടിട്ട് പോലത്തെ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് പോലത്തെ ഓരോ ചാപ്റ്റർ നമുക്ക് അത്രമേൽ വെയിറ്റേജും വരുന്നുണ്ട്. സോ ഈ കാണുന്ന എല്ലാ പാഠങ്ങളിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ അതിഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന് പറയുന്നത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചോദ്യം പഠിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെയും വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് നാളത്തെ എക്സാം ഹാളിൽ അത് വ്യക്തമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എക്സാം ഹാളിൽ എഴുതാൻ വേണ്ടി സാധിക്കില്ല. മക്കളെ, ലാസ്റ്റ് മിനിറ്റ് ഏറ്റവും ഗംഭീരമായ റിവിഷനുമായിട്ട് സൈലം നിങ്ങളിലേക്ക് വരുന്നു. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് സൂപ്പർ 60 സോ എല്ലാ മക്കളും അവിടെ ഉണ്ടാവുക. ഗംഭീരമായിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സിലെയും, ഇത് മാത്രമല്ല ഫസ്റ്റ് ടൈം എക്സാമിനുണ്ടായ എല്ലാ പാഠവും അത് ഗംഭീരമായിട്ട് പഠിച്ചു തീർക്കുന്നതായിരിക്കും. സോ സി യു ഓൾ ദ 7 PM ഷാർപ്പ്. മറക്കരുത്, നമ്മൾ നാളത്തെ എക്സാം തകർക്കും. നമ്മൾ എക്സാം ഈസിയാക്കി മാറ്റും. എത്രമേൽ ഡിഫിക്കൽട്ട് ആയാലും നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് എക്സാം ഈസിയാക്കി മാറ്റും. ലെറ്റ്സ് ക്രാക്ക് മാത്സ് എക്സാമിനേഷൻ. ബൈ.